ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാനിന്നൊരു യാത്ര പോവാണ്. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രിപ്പാകാം. പക്ഷേ ഇതൊരു പേഴ്സണൽ ട്രിപ്പല്ല, ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പാണ്. കുറച്ച് ദൂരേക്കാണ് പോകുന്നത്, പക്ഷേ ഇതൊരു ലോങ് ട്രിപ്പല്ല, ഒരു ഷോർട്ട് ട്രിപ്പ്, ഒരു 2 ദിവസത്തേക്കുള്ള യാത്രയാണ്. ഞാനിപ്പോൾ ബഹ്റിനിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ബഹ്റിൻ അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ ലുലു മോളിൻ്റെ 1-2 ഔട്ട്ലെറ്റ്സിൽ ചില ഫങ്ഷൻസ് ഉണ്ട്. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് അവിടെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഒരു ഭക്ഷണമേള. അതിനോടനുബന്ധിച്ച് ഒരു മത്സരം, പാചക മത്സരം, അതെല്ലാം പങ്കെടുക്കാനും ജഡ്ജ് ചെയ്യാനും, പിന്നെ എൻ്റെ ഒരു ലൈവ് ഡെമോ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് പാചകം നടത്തി കാണിക്കുന്ന ഒരു പ്രോഗ്രാം, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടൊരു ഫംഗ്ഷനാണ്. 2 ദിവസത്തെ യാത്രയാണ്, 2 days ഓഫ് ബഹ്റിൻ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന യാത്രയുടെ തിരക്കിലാണ്. അപ്പോൾ നൈറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ വൈകുന്നേരം കുറച്ച് സന്ധ്യയോടുകൂടി എയർപോർട്ടിലെത്തണം. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ. Others. In the event of smoke in the cabin, the escape path marking will guide you to the exits. അങ്ങനെ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. സുഖമായിട്ട് യാത്ര ചെയ്താണ് ഞാൻ എത്തിയത്. അരമണിക്കൂറിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു. അത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അരമണിക്കൂർ ഡിലേ ആയി. അതുകൊണ്ടാണ് ഇവിടെ എത്താനും താമസിച്ചത്. പക്ഷേ നല്ല കുഴപ്പമില്ലാണ്ട് വന്നു. ഈ ഫ്ലൈറ്റിൽ ശരിക്കും ഇത് ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റാണ്. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഉംറയിലേക്ക് ഉള്ള യാത്രയ്ക്ക് പോകുന്ന തീർത്ഥാടകരുണ്ടായിരുന്നു. അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു, പക്ഷേ വലിയ സ്മൂത്തായിട്ട് വന്നു. എങ്കിലും യാത്രയുടെ ഇടയ്ക്കിടയ്ക്ക് ടർബുലൻസ്, ഭയങ്കര കുലുക്കമൊക്കെ ആയിരുന്നു എയർ പോക്കറ്റ്സിൽ വീഴുമ്പോൾ. അപ്പോൾ ഒന്ന് ഞാൻ പേടിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തി. പിന്നെ ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇനി വിശപ്പൊന്നുമില്ല. താമസിക്കുന്ന ഹോട്ടൽ നല്ല ആംബിയൻസ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോഴും ഈ സെയിം ഹോട്ടലിലാണ് താമസിച്ചത്. ഇറ്റ്സ് വെരി നൈസ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, കുഴപ്പമില്ല. ബഹ്റിനിലെ എൻ്റെ ആദ്യത്തെ ട്രിപ്പല്ല, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇതെനിക്ക് 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. പല ആവശ്യങ്ങൾക്കായിട്ട് പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയമുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പറ്റില്ല. പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കും. എന്തായാലും നാളെയാണ് നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഈവനിങ് ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മോളായ ലുലു മോളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഔട്ട്ലെറ്റിലാണ്. പിന്നെ ഇന്നിപ്പോൾ രാത്രി ഇവിടുത്തെ സമയം മനസ്സിലായോ എത്രയാണ്? ഇവിടുത്തെ ലോക്കൽ ബഹ്റിൻ ടൈം 1:30. ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഉറങ്ങാനുള്ള സമയമുള്ളൂ. ഇനി നാളെ രാവിലെ പതുക്കെ എഴുന്നേറ്റാൽ മതി എനിക്ക്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് 10:30 മണി വരെയാണ്. അപ്പോൾ അതിന് മുന്നേ എഴുന്നേറ്റ് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ ബഹ്റിൻ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി പങ്കുവയ്ക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ താഴേക്ക് പോകാൻ പോവാണ്. വീണ്ടും വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഇന്ന് അധികം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. വൈകുന്നേരമല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ആ സമയമാകുമ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാം. അതുവരെ ഇങ്ങനെ റിലാക്സേഷൻ മോഡിലാണ്. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു മുറിക്കകത്ത് തന്നെ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും.
വൈകുന്നേരം വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ എന്തായാലും റിലാക്സ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകൾ വരുമ്പോഴാണ് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു മീറ്റിംഗ്, ഒരു ഫുഡ് ഫെസ്റ്റ്, അതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരിടത്തും പോകാണ്ട് ഞാനിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു. നമുക്ക് പുറത്ത് പോയി ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർഗനൈസേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുകയാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ സാറാണ് ഫോളി, അല്ല FO അല്ല, ഈ ഫോളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്നല്ലേ പറഞ്ഞേ. നല്ല ചൈനീസ് ഫുഡാണ്. നിങ്ങളൊക്കെ സ്ഥിരം വരുന്ന സ്ഥലമാണ്? ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഒക്കേഷണലി. അങ്ങനെ ഞാൻ ബഹ്റൈനിലേക്ക് എന്തിനാണോ വന്നത് ആ ഒരു ദൗത്യത്തിനായിട്ട് ഞാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തിട്ടാണ് ഞാനിന്ന് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പായസ മത്സരമാണ്. അപ്പോൾ ലുലുവിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റിലാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഏകദേശം ഒരു 40ഓളം വീട്ടമ്മമാർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണെന്നാണ് പറയുന്നത്. അവരെല്ലാവരും തന്നെ വീട്ടിൽ നിന്നും പല ടൈപ്പ് ഓഫ് പായസംസ് ഉണ്ടാക്കിക്കൊണ്ടുവരും. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം, എന്നിട്ടൊന്ന് ജഡ്ജ് ചെയ്യണം. സത്യം പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മത്സരങ്ങൾക്കൊന്നും സത്യത്തിൽ യാതൊരു പ്രസക്തിയില്ലാതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷായിട്ടുള്ളൊരു പായസം ഞാൻ ഉണ്ടാക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെർമസിലി റാഗി പായസം എന്ന് പറഞ്ഞൊരു പായസം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3 വർഷം മുന്നേ ഞാൻ മാജിക് കമലിൽ കാണിച്ചിട്ടുണ്ട്. ആ പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ലക്ഷ്മി മാമിന്റെ ബുക്സ് എനിക്ക് എൻ്റെ അമ്മ സമ്മാനിച്ചത്. എവറി ഡേ മാം I am associated with you in some other way and I'm so happy and proud and glad that ലക്ഷ്മി മാം ഇന്ന് മാമിൻ്റെ കൂടെ ഞാൻ ഈ സ്റ്റേജ് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ക്രൗഡുണ്ട്. എല്ലാവരും തന്നെ വളരെ എന്താ പറയുക, ആകാംക്ഷാഭരിതരായി പായസ മത്സരത്തിൽ പങ്കെടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു കുറേ ആൾക്കാർ. എന്തായാലും എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. ലീഡിംഗ് ബ്രാൻഡ്സ് ഇൻ ബഹ്റൈൻ അസോസിയേറ്റഡ് വിത്ത് യാക്കബേ ഇന്റർനാഷണൽ നിറവറയുടെ കൈനീട്ടമാണ് ഇവിടെ. That is 1 cup of vermicelli cooked in 3 cups of hot water. ഒരു 1/2 ലിറ്ററോളം പാല്, അതിൻ്റെ കൂടെ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര. No. Okay. It's purely milk. Almond paste is there. 1 cup of almond, right? The main ingredient in the sense almond paste and you just mix. അലോവേര വെച്ച് പായസം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. തമിഴ്നാട്. We are all together. Yay! Where are you from? Bombay. Bombay, where are you from? Kerala. See?
പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ടേസ്റ്റിംഗ് ഒക്കെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ വെറുതെ ടേസ്റ്റ് ചെയ്ത് നടക്കാൻ സുഖമുള്ള കാര്യമാണ്. അപ്പോൾ സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ തേർഡ് പ്രൈസ്. തേർഡ് പ്രൈസ് ഗോസ് ടു അട ഫ്യൂഷൻ പായസം അറ്റ് സിജി വർഗീസ്. Second prize it goes to Panchadhanya Phala Payasam by Maya Uday. Where are you from? Kollam. നല്ലൊരു കൈയടിയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് 4 gram gold coin ആണ് അടിച്ചിരിക്കുന്നത്. How are you feeling? She's very happy. എനിക്കൊരു 2 പായസത്തിന് സ്പെഷ്യൽ മെൻഷൻ പറയണമെന്നുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ 2 പായസംസ്. വൺ ഈസ് രമണി അനിൽകുമാറിൻ്റെ ചക്ക പായസം ആൻഡ് സ്നേഹാളിൻ്റെ സെമോളിന ഡേറ്റ് പായസം. ദാറ്റ് വാസ് നൈസ്. ഈ രണ്ടാമത്തെ എടുത്തു പറയാവുന്ന സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്പെഷ്യൽ മെൻഷൻ ഇസ് നീഡഡ്. അങ്ങനെ നമ്മളൊരു വലിയൊരു ദിവസം അല്ലെങ്കിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വന്ന ഒരു പർപ്പസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഒരു ഫുഡ് ഫെസ്റ്റാണ്. ഡാന എന്ന് പറയുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ്, അവിടെ നടന്ന ഫുഡ് ഫെസ്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പായസ മത്സരം, അതിനെ ജഡ്ജ് ചെയ്തു, സമ്മാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ്, എൻ്റെ ഒരു പായസം ഞാൻ തയ്യാറാക്കി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറേ പ്രേക്ഷകർ, ഒരുപാട് പേരുടെ സ്നേഹം, ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇപ്പോൾ അത് തിരിച്ച് റൂമിലെത്തി. പോയ ഷേപ്പിൽ തന്നെ വന്നിരിക്കുന്ന കണ്ടല്ലോ. ഇനിയാണ് ഡ്രസ്സൊക്കെ മാറേണ്ടത്. ഇനി സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രി 12 മണി സമയമായി. ഐ എം വെരി ടയേർഡ്. ശരിക്കും നല്ല ക്ഷീണമുണ്ട്. കുറേ നേരം നിൽക്കുമായിരുന്നല്ലോ അവിടെ. അപ്പോൾ ഇനി എന്തായാലും മേല് കഴുകി ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ എൻ്റെ 2 ദിവസത്തെ യാത്രയാണ് ബഹ്റൈനിലേക്കുള്ള. അതിൽ ആദ്യത്തെ ദിവസം ഇന്ന് അവസാനിക്കുകയാണ്.